വയനാട് ഇപ്പോൾ ആപ്പിലൂടെ ഭരിച്ചതിൻ്റെ കണക്ക് പുറത്തുവിട്ട് കോൺഗ്രസ് വീണ്ടും ആപ്പിലായല്ലോ. ഒരാൾ വീട് ആരംഭിച്ചു എന്ന് പറയുന്നു, ഒരാൾ പറയുന്നു വീട് ആരംഭിക്കാൻ ഇനിയും നിർമ്മാണം ആരംഭിക്കാൻ ഇനിയും പണം വേണമെന്ന് പറയുന്നു. ഒരു 2 ദിവസത്തിനുള്ളിൽ നടക്കുന്ന ഈ സംസാരത്തിനകത്തുള്ള വലിയ വൈരുദ്ധ്യങ്ങളാണ്. രാഹുൽ ഗാന്ധി വേറെ തരത്തിൽ നുണ പറയുന്നു. അപ്പോൾ ഇങ്ങനെ നുണകൾ കൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് പിടിച്ചു നിൽക്കാൻ കഴിയുമ്പോൾ ശ്രമം നടത്തുമ്പോൾ അത് അവർക്ക് തന്നെ തിരിച്ചടിയാവും. കാരണം കേരളം ഇത് നന്നായി കാണുന്നുണ്ട്. LDF തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. 2 കൂട്ടരുടെയും ഹാട്രിക് ഇത്തവണ ഉറപ്പുവരുത്തും. എന്തായാലും ഈ ഒരു അവസാന ഘട്ടത്തിൽ ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പോളിങ്ങിന് വേണ്ടി ഏകദേശം 3 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ഈ ഘട്ടത്തിൽ എന്താണ് CPIയുടെ പ്രതീക്ഷ, LDFിൻ്റെ പ്രതീക്ഷ? അല്ല, കേരളത്തിൻ്റെ ആകെ പ്രതീക്ഷയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തുടർച്ചയായ 3ാം ഭരണത്തിലേക്ക് പോകും. ആ 3ാം ഭരണം സംജാതമാകുന്നതിന് ആവശ്യമായ തരത്തിലുള്ള നല്ല പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. നല്ലതുപോലെ സ്ഥാനാർത്ഥികളും നേതാക്കന്മാരും ഫീൽഡിൽ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. പൊതുവിൽ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന ഒന്നില്ല. നമ്മുടെ നാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിൽ തൃപ്തരാണ്. കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ കുറേ കൂടി മെച്ചപ്പെട്ട ഒരു LDF ആയിരിക്കും LDFന് പകരം വെക്കാവുന്നത്. UDFോ BJPയോ അല്ല എന്ന് കേരളം തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ ആ ആത്മവിശ്വാസത്തിൻ്റെ പുറത്താണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ആദ്യഘട്ടത്തിലെല്ലാം പറഞ്ഞിരുന്നത് 100 സീറ്റ് കൂടുതൽ നേടി വിജയിക്കുമെന്നുള്ളതാണ്. അതേ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോഴും ഇടതുപക്ഷം. സീറ്റുകളുടെ എണ്ണത്തിൻ്റെ കാര്യത്തിനകത്ത് LDF വളരെ സുരക്ഷിതമായ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ തരത്തിലുള്ള ദേശീയ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ശബ്ദം ഉയർത്തിപ്പിടിക്കുന്നതിന് ഈ ഭരണം വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ആ നിലയിൽ അതിനുതകുന്ന തരത്തിലുള്ള ഗംഭീരമായ വിജയം ഉണ്ടാകുമുള്ളതാണ്. എണ്ണത്തിൻ്റെ സാങ്കേതികത്തിനകത്ത് അഭിനമിക്കാൻ ഞാനാണല്ലോ. മറ്റാരുണ്ട് LDF അല്ലാതെ?